ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെണ്ടക്കായ ഇതുപോലെ നീളൻ അരിഞ്ഞിട്ട് തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ കാഞ്ഞു വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ അതൊരു പകുതിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും ആ ഇട്ട വെണ്ടക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ അതിനെ ഒന്നും കൂടെ ഒന്ന് വാട്ടി ഈ കാണുന്ന പരുവത്തിൽ ആക്കി നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെണ്ടക്കായും ഇതുപോലെ കോരിയെടുക്കാം. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു ചെറിയൊരു സബോള ഇങ്ങനെ നീളനെ അരിഞ്ഞത്, അതുപോലെ അതിലേക്ക് കുറച്ച് വേപ്പില, ആവശ്യത്തിനുള്ള വേപ്പില, ഇത് രണ്ടും ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. അത് രണ്ടും വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളിടാം. ആദ്യം തന്നെ ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി. ഇത് രണ്ടും ഒന്ന് മൊരിഞ്ഞ് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ വെണ്ടക്കായ, നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്കായനെ നമ്മളതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കും. നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഇതിന് ശേഷമുള്ള കുക്കിങ്ങൊക്കെ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. ഇത് എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റി എന്നിട്ട് ഇനി മൺചട്ടിയിലേക്ക് നമ്മൾ 2ാം പാലും 3ാം പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി. അത് പിന്നെ ഇനി തിളയ്ക്കാനായിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. തള വന്നതിന് ശേഷം കുറച്ച് നേരം എല്ലായിടത്തുനിന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ 1ാം പാൽ അതിലേക്ക് ചേർക്കും. അതിലേക്ക് 1ാം പാൽ കുറച്ച് മസാല ചേർത്തിട്ട്, പച്ച മസാല അത് ചേർത്തിട്ട് നന്നായി ഇളക്കി അതിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് പിന്നെ ചേർത്ത് നമ്മൾ അങ്ങനെ നമ്മൾ 1ാം പാലൊക്കെ ഒഴിച്ച് ഇനി വെയിറ്റ് ചെയ്യാണ് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളാണ് കേട്ടോ നമ്മുടെ കറി. അപ്പോൾ മീനില്ലാത്ത മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ.